അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു പാനിപൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതിൻ്റെ എരിവും പുളിയും നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് ആദ്യം കുറച്ച് പുളിയൊന്നെടുത്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ നമുക്കിനി പൂരിക്കുള്ള മാവ് ഒന്ന് തയ്യാറാക്കണം. എന്ന് വെച്ചിട്ട് ഞാൻ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മിക്സിയുടെ ജാറിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പൊടിയൊന്നുമില്ല, റവയല്ല, എന്നാൽ നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ചൂടായ ഒരു സോസ് പാനിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായിട്ട് തിരുമ്പി പിഴിഞ്ഞ് അത് ഞാൻ അരിച്ചെടുത്തിട്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാറ്റ് മസാല നല്ല ടേസ്റ്റാട്ടോ. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാനി ഇതാ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 പിടി പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 3 പച്ചമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 3 തന്നെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനിയും വേണം തോന്നുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 അരമുറി നാരങ്ങ നീര് കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തിക്നെസ് കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് കുറച്ച് നേരം വെക്കണം. തണുപ്പുണ്ടെങ്കിൽ ഈ പാനിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ബൂന്തിൻ്റെ ആവശ്യം കൂടിയുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് കടലമാവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. നല്ല തിക്നെസ്സും വേണ്ട, നല്ല ലൂസും വേണ്ട, അങ്ങനെ നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോർക്കോ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഇത് അവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത് കുറച്ച് കടല കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയിലയും 1 ചെറിയ സവാളയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഓപ്ഷനിലാണ്, ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ്, ചാറ്റ് മസാല നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ 2 പാനിയിൽ നിന്നും കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ പൂരി മാവിന് നമുക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് നമുക്കിതിനെ ഓരോ ബോൾസിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു തിക്നെസ്സിൽ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടുപ്പ് വെച്ചിട്ട് നമുക്കിതിനെ ഓരോ റൗണ്ടാക്കിയിട്ടൊന്ന് എടുക്കണം. നമുക്കിനി മറ്റേ മാവ് കൂടി ഇങ്ങനെ പരത്തിയെടുത്തിട്ടൊന്ന് റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ഭൂരിമാവൊക്കെ ഞാനിതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോഴും നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു തവി എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാനിവിടെ അപ്പസോഡയൊന്നും ഉപയോഗിച്ചിട്ടില്ല.
എന്നാലും ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ച് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൂരിയൊക്കെ ഇതാ നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പൂരി ഫ്രൈ ചെയ്ത് എണ്ണയിൽ നമുക്ക് ബൂന്തി കൂടി തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ബാറ്റർ ഇതിലേക്ക് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൂരിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ പൂരിയിലേക്ക് മസാലയും ഈ 2 പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന ഈ പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ, സീ യു.